നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നൊരു ട്രേഡ് എടുത്തിരുന്നു, അത് ഓൾറെഡി റണ്ണിങ്ങിലാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അത് എവിടെ നിന്നാണ് നമ്മൾ എടുത്തത് മുതലായ കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് വരാം. മാർക്കറ്റ് ഇപ്പോൾ നമ്മളുടെ ജസ്റ്റ് 1:1 ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഡോട്ടഡ് ലൈൻസ് കൊടുത്തേക്കുന്നത് നമ്മളുടെ 1:1 പോയിൻറ്റിലാണ്. അപ്പോൾ ഇന്ന് എൻട്രി എടുത്ത പോയിൻ്റ്, നമ്മളുടെ എൻട്രി ഇന്ന് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഒരു റിവേഴ്സൽ ട്രേഡറാണ്. റിവേഴ്സൽ ട്രേഡിംഗ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരിക്കലും ട്രെൻഡിന് അനുകൂലമായ ട്രേഡുകൾ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. നല്ലൊരു റെഡ് ക്യാൻഡിൽ താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഒരു മിനിറ്റിന് ശേഷം ആണ് നമ്മളിവിടെ ഈ സ്ക്രീൻഷോട്ട് എടുത്തേക്കുന്നത്. അതായത് 9:16 നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴത്ത് ഈ ഒരു ലൈൻ നിങ്ങൾക്ക് കാണാം. ഇതൊരു സപ്പോർട്ട് ലൈനാണ്. നമ്മൾ പ്രീവിയസ് ഡേയിലെ സപ്പോർട്ട് മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ സപ്പോർട്ട് ലൈനിൽ നമ്മൾ ബൈ ആണ് ഓർഡർ ഇട്ടേക്കുന്നത്. മുകളിലത്തെ റെസിസ്റ്റൻസ് ലൈനാണ്, അവിടെ നമ്മൾ സെൽ ഓർഡറുമാണ് ഇട്ടേക്കുന്നത്. അതായത് എല്ലായ്പ്പോഴും നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തോ അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന പ്രൈസിൽ നിന്ന് തൊട്ട് താഴെയുള്ള സപ്പോർട്ടിൽ നമ്മൾ എല്ലായ്പ്പോഴും ബൈ ചെയ്യും. തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് എവിടെയാണോ അവിടെ നമ്മൾ സെല്ല് ചെയ്യും. അതായത് ആക്ച്വലി നമ്മളിപ്പോൾ 5 മിനിറ്റ് ക്യാൻഡിലാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാൻഡിൽ സ്റ്റിക്കുകൾക്ക് യാതൊരുവിധ പ്രാധാന്യവുമില്ല, മറിച്ച് ഈ പ്രൈസ് പോയിൻറ്റുകൾക്കാണ് നമുക്ക് പ്രാധാന്യമുള്ളത്. ബിക്കോസ് നമ്മളൊരു പ്രൈസ് ആക്ഷൻ ട്രേഡറാണ്. അപ്പോൾ റിവേഴ്സൽ ട്രേഡർ എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്നത്, എങ്ങോട്ടാണോ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രൈസ് എങ്ങോട്ടാണോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടെ നമുക്ക് കാണാൻ താഴത്തേക്കാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, വെള്ളം ഒഴുകുന്നതിന് എതിരെ നീന്തി കയറുന്ന മീനുകളെ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ നമ്മൾ എല്ലായ്പ്പോഴും ഒഴുക്കിനെതിരെ നീന്താനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ താഴത്തേക്ക് വരുന്ന ഈ പ്രൈസിന് നമ്മൾ താഴത്ത് നിന്ന് ബൈ ചെയ്യും. ഇനി ഇത് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് തന്നെ പോകുന്നതാണ് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നതെങ്കിൽ, നമ്മൾ ഇതിനും താഴെ എവിടെയെങ്കിലും സപ്പോർട്ടുണ്ടോ എന്ന് നോക്കും. അവിടുന്ന് മാത്രമേ ബൈ ചെയ്യത്തുള്ളൂ. എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ബൈയോ സെല്ലോ ചെയ്യത്തില്ല. എല്ലായ്പ്പോഴും നമ്മൾ സപ്പോർട്ട് ലൈനുകളിൽ ബൈ ചെയ്യും, റെസിസ്റ്റൻസ് ലൈനുകളിൽ സെല്ല് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓർഡർ ഇട്ടിരുന്നു. അത് നമുക്കിവിടെ കാണാം. ഈ സ്ക്രീൻഷോട്ട് എടുത്തേക്കുന്നത് 9:17 അതായത് ഏകദേശം ഒരു 9:16 അതിനുള്ളിൽ തന്നെ നമുക്കിവിടെ ബൈ ഓർഡർ ട്രിഗറായി. ഇത് ട്രിഗറായപ്പോൾ നമ്മൾ മുകളിലിട്ടേച്ച റെസിസ്റ്റൻസിലിട്ടേച്ച സെൽ ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്തു. നമുക്കിവിടെ കാണാവുന്നതാണ്, ഇത് ട്രിഗർ ആയ സമയത്ത് തന്നെ സ്റ്റോപ്പ് ലോസ് ഓർഡറും ടാർഗറ്റ് ഓർഡറും ഓട്ടോമാറ്റിക്കലി അവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ബിക്കോസ് നമ്മളിടുന്ന എല്ലാ എൻട്രികളും അത് ബ്രാക്കറ്റ് ഓർഡറായിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുന്ന കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇതിനി നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടിട്ട് നമുക്ക് എവിടെ വേണേൽ പോകാം. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി നോക്കുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണിക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇനി ഇത് രണ്ടും സംഭവിച്ചിട്ടില്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ നോക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റോ ഹിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പൊസിഷൻ പ്രോഫിറ്റിലായിരിക്കാം, ലോസിലായിരിക്കാം, അത് നമ്മൾ നോക്കുന്നില്ല. 3 മണിക്ക് നമ്മൾ മാനുവൽ എക്സിറ്റ് എടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, സ്ക്രീൻ ടൈം ഒത്തിരി കുറയ്ക്കാം. ഫസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ സെൽ ഓർഡറും ഇടാം, താഴത്ത് ബൈ ഓർഡറും ഇടാം. ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിലേക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഒന്നെങ്കിൽ എൻട്രി, അതിപ്പോൾ ബൈ ആയിരിക്കാം അല്ലെങ്കിൽ സെൽ എൻട്രി ആയിരിക്കാം. നമുക്ക് ആ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഗൻസ്റ്റ് ഇട്ടേക്കുന്ന ഓർഡർ ഇന്നത്തെ പോലെ നമ്മൾ 2 സൈഡിലും ലോക്ക് ചെയ്തു. താഴത്തെ ബൈയും ഇട്ടു, മുകളിൽ സെല്ലും ഇട്ടു. നമുക്കിവിടെ എൻട്രി കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ മുകളിലുണ്ടായിരുന്ന സെൽ ഓർഡറിനെ ക്യാൻസൽ ചെയ്തു. അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർക്കറ്റിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം പിന്നെ നമ്മൾ നോക്കിയിരുന്നാലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. ഒന്നുകിൽ മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് തരും, അല്ലെങ്കിൽ മാർക്കറ്റ് ടാർഗറ്റ് തരും. ഇനി ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്യാൻസൽ ആയിക്കോളും, ബിക്കോസ് ഇതൊരു ബ്രാക്കറ്റ് ഓർഡറാണ്. ഇനി സ്റ്റോപ്പ് ലോസ് ഓർഡർ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ടാർഗറ്റ് ഓർഡർ ക്യാൻസൽ ആയിക്കോളും. സോ ദാറ്റ് പിന്നെ നമ്മളുടെ ഇടപെടൽ ഇവിടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇമോഷണൽ കൺട്രോള്, സൈക്കോളജി സെറ്റ് ആവാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഈ രീതി ഒന്ന് പരീക്ഷിച്ച് കഴിഞ്ഞാൽ അത് ഒത്തിരി ഗുണകരമാകുന്നതാണ്. ഇനി നമ്മുടെ മറ്റ് സ്റ്റോക്കുകളിലേക്കും കൂടെ ഒന്ന് പോവുകയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, വിപ്രോയിൽ മുകളിൽ നമ്മൾ ഓർഡർ ഇടുവാണെങ്കിൽ, ഇന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ സെല്ലേ ചെയ്യത്തുള്ളൂ. സോ ദാറ്റ് ഇതിനകത്ത് ഇന്ന് ഓൾറെഡി ലോസേ കിട്ടത്തുള്ളൂ, ടാർഗറ്റ് കിട്ടത്തില്ല. ഇനി പവർ ഗ്രിഡിലേക്ക് വരുവാണെങ്കിൽ
നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മൾ കാണുമ്പോൾ താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ നിൽക്കുന്നതെന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് മുകളിലേക്ക് പ്രൈസ് കയറി വരുമ്പോൾ ഇവിടുന്ന് സെല്ല് ചെയ്യുന്നത്. പിന്നെ താഴത്തേക്ക് ടാർഗറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. BPSൽ നോക്കിക്കഴിഞ്ഞാലും നമുക്കിവിടെ കാണാൻ പറ്റുന്ന BPSൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ലൊരു പുഷ് താഴത്തേക്ക് തന്നു. അതിന് ശേഷം നമുക്കിവിടെ കാണാം ഒരുപക്ഷെ ഈ ഒരു ക്യാൻഡിലോ മറ്റോ ആവാം നമ്മൾ ഇവിടുന്ന് ഒരു സെല്ല് എടുക്കാനേ പിന്നെ മാർഗം ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതർവൈസ് ഇത് ഇവിടുന്നാണ് താഴത്തേക്ക് വന്നേക്കുന്നത്. സോ ദാറ്റ് നമ്മൾ ഇവിടെ പോയി ബൈ ചെയ്യുക. റിവേഴ്സ് ട്രേഡർ നിലയ്ക്ക് ഇവിടുന്ന് ബൈ ചെയ്യേണ്ടത് നമുക്ക്. അപ്പോൾ ഇവിടെ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് സ്റ്റോപ്പ് ലോസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ കഴിഞ്ഞ് എൻട്രി ഇടുന്ന ആളാണെങ്കിൽ പിന്നെ എൻട്രി ഇടാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അത് ഇവിടുന്ന് സെല്ല് ചെയ്യാനുള്ളൂ. കാരണം മാർക്കറ്റ് പിന്നീട് ക്ലോസിങ് തന്നേക്കുന്നതൊക്കെ താഴത്തേക്കാണ്. സോ ഇവിടുന്ന് സെല്ല് ചെയ്യുക പിന്നെ അത് മാർഗ്ഗമുള്ളൂ. പിന്നെ NTPC നോക്കിക്കഴിഞ്ഞാലും ഓപ്പൺ ചെയ്ത് എവിടെയാണ് മുകളിൽ പോയിട്ട് റെസിസ്റ്റൻസിൽ ഹിറ്റ് ചെയ്തു. അത് 2 തവണ ഹിറ്റ് ചെയ്തിട്ടും ബ്രേക്ക് ചെയ്തൊരു ക്ലോസിങ് തന്നിട്ടില്ല. അതർവൈസ് നമ്മൾ ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യുക, താഴത്ത് ബൈ ഓർഡർ ഇട്ടിട്ടുണ്ടാകും, മുകളിൽ സെൽ ഓർഡർ ഇട്ടിട്ടുണ്ടാകും. സോ ഫസ്റ്റ് ട്രിഗർ ചെയ്തേക്കുന്ന സെൽ ഓർഡറാണ്. ഇവിടുന്ന് സെല്ല് ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന താഴത്തേക്ക് 1:2 തൊട്ടടുത്തൊരു ഇത് വന്നിട്ടുണ്ട്, പക്ഷേ 1:2 ടാർഗറ്റ് തന്നിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് റെസിസ്റ്റൻസിലേക്ക് 1:1 എബോ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ 1:1 എബോ നിൽക്കുന്നുണ്ട് മാർക്കറ്റ്. അപ്പോൾ ഇതിനകത്ത് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയാണ് ഇന്ന് കൂടുതലുള്ളത്. ഇനി നമ്മളുടെ സ്റ്റോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിൽ അത് നമ്മളുടെ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമോ ഇല്ലയെന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഇനി അത് പോയില്ല എന്നുള്ളതൊന്നും നമ്മുടെ പ്രശ്നമല്ല. നമുക്ക് 1:2 കിട്ടിയേ പറ്റത്തുള്ളൂ. കാരണം അറ്റ്ലീസ്റ്റ് 1:2 എങ്കിലും നമ്മൾ എടുക്കുന്നില്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും വരത്തില്ല. അത് നമ്മുടെ ജേണലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 46% വിൻ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ജസ്റ്റ് ബ്രേക്ക് ഈവനാണ്, നമ്മൾ പ്രോഫിറ്റ് കാര്യമായി ഇല്ല. അതിൻ്റെ കാരണം ഇതിപ്പോൾ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് ആണെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നു. എന്നിരുന്നാൽ പോലും ഈ ദിവസം മാർക്കറ്റ് 1% മൂവ് ചെയ്തിട്ടില്ല. സോ ദാറ്റ് നമ്മുടെ 1:2 ഹിറ്റ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ മാസത്തിൽ 2 ദിവസമേ 1:2 മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുള്ളൂ. ഒരു ദിവസം മാത്രമാണ് നമ്മൾ 1:1 ടാർഗറ്റ് ഇട്ട് എക്സിറ്റ് ചെയ്ത് പോയത്. അന്ന് ആക്ച്വലി മാർക്കറ്റ് 1:2 റിസ്ക് റിവാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ടാർഗറ്റ് ചെയ്യാതിരുന്നെങ്കിൽ, എക്സിറ്റ് അവിടെ എടുത്തില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ പറയുന്ന 1:2 കിട്ടിയേനെ. പിന്നെ അന്ന് നമ്മൾ എക്സിറ്റ് എടുക്കേണ്ടി വന്നത് ആഫ്റ്റർ 3 ആണ് നമ്മുടെ ടാർഗറ്റ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ മാനുവൽ എക്സിറ്റ് നമ്മൾ 3 മണിയോടുകൂടെ മാനുവൽ എക്സിറ്റ് എടുക്കും. അപ്പോൾ അതാണ് സംഭവിച്ചത്. സോ ദാറ്റ് നമുക്ക് അന്നൊന്നും ചെയ്യാനില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2 ദിവസം മാത്രമേ നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുള്ളൂ. ഇന്നൊരു ദിവസം ഇനി കിട്ടുകയാണെങ്കിൽ, ഇന്ന് കിട്ടുമോ കിട്ടില്ല നമുക്കറിയത്തില്ല, പക്ഷേ കിട്ടുവാണെങ്കിൽ ഇന്നും കൂടെ നമുക്ക് ടാർഗറ്റ് കിട്ടും. നമുക്ക് പ്രോഫിറ്റ് അത്യാവശ്യം 5% പ്രോഫിറ്റിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വോളിയം നമ്മൾ ഇപ്പോൾ വെർട്ടിക്കലും നോക്കാം, ഹൊറിസോണ്ടലും നോക്കാം. പക്ഷേ ഈ ഒരു രീതിയിൽ വിസിബിൾ റേഞ്ച് വോളിയം നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടെന്നാണ് ഒരു തോന്നൽ. നിങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇവിടെ ആക്ച്വലി ഈ പ്രൈസ് പോയിന്റിൽ മാർക്കറ്റിൽ 246K സെല്ലേഴ്സ് ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം 200K ബയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 200 കുറഞ്ഞ അളവാണെങ്കിലും അത് പക്ഷേ മാർക്കറ്റിനെ ടേക്ക് ഓഫ് ചെയ്തുകൊണ്ട് പോകാൻ എനഫ് ഓർഡേഴ്സ് ആയിരുന്നു. സോ ദാറ്റ് ഇവിടെ ഡൊമിനേറ്റ് ചെയ്ത സെല്ലേഴ്സ് ആണെങ്കിൽ പോലും പ്രൈസ് ആ സമയത്ത് മുകളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ 245 സെല്ലിംഗ് ഓർഡർ ഉള്ളത്. ബൈയിങ് ഓർഡർ കഴിഞ്ഞ ദിവസത്തെ എല്ലാം കൂടെ കാണിക്കുന്നതാണ് 187 ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം മാത്രം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇതിനെ സെറ്റ് ചെയ്യണം. ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇപ്പോൾ അവിടെ എന്താ ഇന്നത്തെ ദിവസത്തെ മാത്രം നടന്നുകൊണ്ടിരിക്കുന്നത്. 44K ഇവിടെ സെല്ലേഴ്സ് പ്രസൻ്റ് ആയിട്ടുള്ളൂ. സോ ദാറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ പോകാവുന്നൊരു വോളിയം മാത്രമേ ഉള്ളൂ എന്ന് നമുക്കവിടെ മനസ്സിലാക്കാം. ഇനി ഈ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ 59 ബയ്യേഴ്സും സെല്ലേഴ്സ് 79 ആണ്. അപ്പോൾ സോ ദാറ്റ് അധികം താമസിയാതെ ഈ ലെവലൊന്ന് ബ്രേക്ക് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് 1:2 കിട്ടത്തുള്ളൂ. അത് കിട്ടാതെ നമ്മൾ എക്സിറ്റ് എടുക്കുന്നതിൽ അർത്ഥമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അത് വെയിറ്റ് ചെയ്യുവാണ്. അതർവൈസ് നമ്മളിന്ന് സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വന്നാൽ അത് കൊടുത്തേ പറ്റൂ, വേറെ മാർഗ്ഗമൊന്നുമില്ല. കാരണം റിസ്ക് റിവാർഡ് മണി മാനേജ്മെൻറ്റ് ഇതാണ് നമ്മളെ മാർക്കറ്റിൽ വിജയിപ്പിക്കാൻ പോകുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു സ്ട്രാറ്റജിക്ക് മാത്രം നമ്മളെ വിജയിപ്പിക്കാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഈ വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് പോസ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യട്ടെ, അതല്ല എങ്കിൽ ഈ ലൈനിൽ വീണ്ടും ടച്ച് ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് റെക്കോർഡിങ് റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വീണ്ടും ടച്ച് ചെയ്തിട്ട് ഇതിന് ബ്രേക്ക് തരുമോ ഇല്ലയോ അതാണ് നമുക്കിനി അറിയേണ്ടത്. നമുക്കിവിടെ ഒരു കാര്യം നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, നമ്മുടെ സപ്പോർട്ടിൽ കൃത്യമായി മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ക്യാൻഡിൽ താഴത്തേക്ക് വന്ന് നമ്മൾ വരച്ച ലൈനിൽ വന്ന് ടച്ച് ചെയ്തു. അതിനുശേഷം നല്ലൊരു ക്യാൻഡിൽ ഗ്രീൻ വെച്ചു. അതിനുശേഷം
കുറച്ച് ബുദ്ധിമുട്ടിയാണ് താഴത്തേക്ക് ഗ്രൈൻഡ് ചെയ്ത് വന്നേക്കുന്നത്. നമുക്കിവിടെ കാണാം നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്ത് വരെ വന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നത് 248.7 മാർക്കറ്റിൽ നിന്ന് ലോ വെച്ചേക്കുന്നത് 248.20. അപ്പോൾ ഒരു 13 പൈസ വരെ തൊട്ടടുത്ത് വരെ വന്നു. അതിന് ശേഷമാണ് മാർക്കറ്റ് ടേക്ക് ഓഫ് ചെയ്ത് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അറ്റ് ദ സെയിം ടൈം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് നമ്മളുടെ നിഫ്റ്റി 50 ഫസ്റ്റ് ഒന്ന് താഴത്തേക്ക് വെച്ചു, അതിന് ശേഷം നല്ലൊരു മൂവ് മുകളിലേക്ക് തന്നിട്ട് ഇത് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എങ്ങോട്ടേക്കും പോയിട്ടില്ല. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ഇതിന്ന് ടാർഗറ്റ് തരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമുക്ക് റിസ്ക് റിവാർഡ് മാനേജ് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മുടെ മണി മാനേജ്മെൻറ്റിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. സോ ദാറ്റ് ഈ വീഡിയോ നമുക്ക് കുറച്ച് നേരം പോസ് ചെയ്യാം. അതിന് ശേഷം ഇവിടെ വീണ്ടും ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ശേഷം എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ പലപ്പോഴും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയെ പറ്റി കേട്ട് കാണും. അതായത് ഇവിടെ നല്ലൊരു മൂവ് ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്തേക്കുന്ന ആൾക്കാർ ഇവിടെ ടാർഗറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഏരിയയിൽ വരുമ്പോൾ മാർക്കറ്റ് ഇവിടം വരെയൊക്കെ എത്തുമ്പോൾ ആരെങ്കിലും സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെക്കാവുന്ന സ്ഥലം ഈ ഒരു ക്യാൻഡലിൻ്റെ, ഇതൊരു നല്ല ക്യാൻഡിലാണല്ലോ, നല്ല ബുള്ളിഷ് ക്യാൻഡിലാണ്. 0.5% അത് ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴത്ത് കൊണ്ടുവന്ന് ആരെങ്കിലും സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയ പ്രൈസ് തിരികെ വന്ന് ഇവിടെ വെച്ചേക്കുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അറിയാമല്ലോ, ഇവിടെ നമ്മൾ ബൈ ചെയ്തു, ഇനി ഇവിടെ സെൽ ഓർഡറാണ്. അപ്പോൾ ഇതെടുത്തിട്ട് വീണ്ടും തിരികെ പോകാനുള്ളൊരു സാധ്യത. അപ്പോൾ അതിനാണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മൂവ് മാർക്കറ്റ് ഇവിടെ വരെ ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇനി അങ്ങനെ അവിടെ ലിക്വിഡിറ്റി കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് വീണ്ടും മുകളിലേക്ക് തന്നെ കയറി പോകാനും പോകാതിരിക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്നൊരു പ്രതിഭാസം അതാണ്. ഇവിടെ കുറേ പേര് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവാം, ഇവിടെ കുറേ പേര് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവാം, അതേപോലെ ഇവിടെ കുറേ സ്റ്റോപ്പ് ലോസുകൾ വരുന്നുണ്ടാവാം. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണല്ലോ മറ്റൊരാളുടെ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ ബൈ ചെയ്തു, അപ്പോൾ ടാർഗറ്റ് ഇതാണ്, ഇനി അത് കിട്ടിയില്ല എങ്കിൽ കുറഞ്ഞത് ഇതെങ്കിലും കിട്ടണം എന്നൊരാൾ വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഏരിയയാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഡെപ്താണ്. ഇത് ONGCയുടെ മാർക്കറ്റ് ഡെപ്താണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 20 ലെയേഴ്സ് നമുക്ക് നമ്മുടെ കൈറ്റിൽ കിട്ടും, സറോദ കൈറ്റിൽ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 250 ആ റേഞ്ചിൽ അടുക്കുമ്പോൾ ഒരു 20,000 ഓർഡേഴ്സ് അവിടെ കിടപ്പുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഇവിടെ ചാർട്ടിൽ കാണാം ഈ കാണുന്ന ക്യാൻഡലിൻ്റെ ലോ, അതായത് ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോ വരുന്നത് 250.06. അപ്പോൾ 250 ആ ഓർഡർ എടുക്കാൻ വേണ്ടി ഒരു പക്ഷേ മാർക്കറ്റ് വന്നേക്കാം. അപ്പോൾ 250.06 അതിതാണ്. അവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡറായിട്ട് കുറച്ച് കിടപ്പുണ്ട്, അത് 2000 കിടപ്പുള്ളൂ. എന്നിരുന്നാലും 250 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വലിയ ഓർഡർ അവിടെ കാണുന്നുണ്ട്. 20,000 19,000 ഓർഡേഴ്സ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതായിരിക്കാം ഒരു പക്ഷേ സ്റ്റോപ്പ് ലോസ് ഒരു റൗണ്ടഡ് ഫിഗറിൽ അവർ വെച്ചേക്കുന്നതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഒരു പക്ഷേ എടുത്തിട്ടാവാം മാർക്കറ്റ് തിരികെ പോകുന്നത് നമുക്കറിയത്തില്ല. അപ്പോൾ അതവിടെ ക്ലിയർ ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം, അതിന് ശേഷം നിങ്ങളെ അറിയിക്കാം. നമ്മൾ പറഞ്ഞ ആ സ്റ്റോപ്പ് ലോസ് പോയിൻറ്റിനെ അത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് അവിടെ നല്ല ഓർഡർ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നോക്കിയാലും കാണാം 250 14,000 ഓർഡർ സ്റ്റിൽ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാനുള്ളത് എടുക്കാവുന്ന മാക്സിമം അവരെടുക്കുന്നതാണ് സാധാരണഗതിയിൽ. അതെടുത്തുകൊണ്ട് പോയേക്കാം. 100 പേരുടെ ഓർഡർ അവിടെ ഉണ്ട്. സോ ദാറ്റ് അവിടെ റീറ്റെയിൽ ഓർഡേഴ്സാണ് നല്ലപോലെ ഉള്ളത്. 15,000 ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട്. അതിലേക്ക് ഇപ്പോൾ വന്നത് എടുക്കുന്ന പൊസിഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വോളിയം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ക്യാൻഡിൽ അത് ഹിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കാണാം പ്രീവിയസ് ക്യാൻഡലിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ വോളിയം അത് കാണിച്ചിരുന്നു. സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് ഫോളോ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ഇട്ടേക്കുന്നത് ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈലാണ്. അതെന്ത് കഥയാണ് നമ്മളോട് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെ 156K സെല്ലേഴ്സാണ് ഓൾറെഡി ഉണ്ടായിരുന്നത്. ഇവിടെ 110K ബയേഴ്സേ ഉള്ളൂ. ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് തന്നെ പോവുകയാണ്. ഇനി ഇതിന് സപ്പോർട്ട് എടുക്കാവുന്നൊരു ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഇനി വർക്ക് ചെയ്യും. കാരണം നല്ലൊരു മൂവാണ് ഇവിടുന്ന് വൺ സൈഡ് നടന്നേക്കുന്നത്. മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി 12 മണി കഴിഞ്ഞ് 46 മിനിറ്റാണ് ആയിട്ടുള്ളത്. സോ മാർക്കറ്റിന് സമയമുണ്ട്. വേണമെങ്കിൽ ഇവിടുന്ന് വീണ്ടും ഇവിടെ വന്ന്
ഒരു ഹിറ്റ് തന്നിട്ട് വീണ്ടും തിരിച്ചു പോകണമെങ്കിൽ പോകാവുന്ന സമയമൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ നിഫ്റ്റി 50 താഴത്തേക്ക് ഇവിടെ ഒരു സപ്പോർട്ട് പോലെ കാണിച്ചിരുന്ന ഏരിയയാണ്, അവിടെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. എനിവേ ഇതിൻ്റെ സപ്പോർട്ട് ഏരിയ ആയിട്ട് ഇന്ന് ഇവിടെ ഉള്ളത് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ഈ ലൈനാണ്, അവിടെ വരെ അതിന് പോകാം. അതർവൈസ് ഇന്നത്തെ ഡേ ലോ വരെ പോയിട്ട് തിരികെ വരാനും നിഫ്റ്റി 50ക്കും സാധ്യതയുണ്ട്. സോ നമ്മളുടെ എൻട്രി എടുത്ത പോയിന്റിലേക്ക് നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വോളിയം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 249, 50 ആ റേഞ്ചിലൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല വോളിയം കാണിക്കുന്നുണ്ട്. 3000 ശിഷ്ടം. താഴത്തേക്ക് അങ്ങനെ വലിയ വോളിയമില്ല. ഓപ്പോസിറ്റ് സൈഡ് സെല്ലേഴ്സിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ 249, 75 കുറച്ചധികം താഴത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഒരു പക്ഷേ തിരിച്ചു വന്നേക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു സപ്പോർട്ട് ഏരിയയാണ്, അവിടെ നിന്ന് സപ്പോർട്ട് കിട്ടിയേക്കാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ പ്രൊഫൈൽ അനുസരിച്ചിട്ട് വോളിയം പ്രൊഫൈൽ അനുസരിച്ചിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് 129 ബയ്യേഴ്സും 139 സെല്ലേഴ്സുമാണ് ആ ഏരിയയിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നല്ല ബയ്യിങ് കയറി വരുന്നത് പോലെ തോന്നുന്നുണ്ട്. യെസ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇവിടെ കണ്ടു ഈ ക്യാൻഡലിൻ്റെ ലോ വരുന്നത്, നമുക്കൊന്ന് നോക്കാം. ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോ വരുന്നത് 249.50 അപ്പോൾ ഈ റണ്ണിങ് ക്യാൻഡലിൻ്റെത് 249.51. അപ്പോൾ ഇതുവരെയുള്ള സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരിക്കുന്നു. എന്നാൽ 250 അത് ടച്ച് ചെയ്തിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ 249.50 കൂടെ ഒന്ന് വന്ന് ഹിറ്റ് ചെയ്യേണ്ടതല്ലേ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷെ അതിവിടെ വിസിബിൾ അല്ല. എത്ര വോളിയം ഉണ്ടെന്നറിയാൻ മാർക്കറ്റ് തിരിച്ച് കയറുന്നു. എനിവേ അതെന്ത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാലും നമ്മളെ അത് ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ട് സത്യം പറഞ്ഞാൽ യാതൊരുവിധ കാര്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടി പോകുന്നുണ്ടായിരിക്കും നമ്മൾ ലൈവ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യുക. കാരണം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല. അറിവിന് വേണ്ടി നമ്മളിത് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. നമുക്കിപ്പോൾ കാണാം 250, അതായത് 249.50 ഇവിടെ ഉണ്ടായിരുന്ന ഓർഡേഴ്സ് എല്ലാം അതെടുത്തിട്ടുണ്ട്. അതെടുത്ത സ്ഥിതിക്ക് ഇനിയൊരു പക്ഷേ തിരികെ ഒരു യാത്ര അത് തുടർന്നേക്കാം. നമുക്കറിയാൻ പാടില്ല കേട്ടോ. ഇത് പോയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറയണതെല്ലാം ഇവിടെ മാർക്കറ്റിൽ സംഭവിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. നമ്മൾ ആക്ച്വലി ഒരു 30 പൈസയുടെ അകലത്തിൽ വരെ ടാർഗറ്റിൽ നിന്ന് എത്തിയതാണ്. തിരികെ നമ്മുടെ എൻട്രി പോയിന്റിലേക്ക് വന്നേക്കുന്നു. അപ്പോൾ നമ്മൾ വരച്ച റെസിസ്റ്റൻസ് ലൈൻ കൃത്യമായി റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അത് വളരെ വാലിഡ് ആയിരുന്നു എന്നർത്ഥം. അപ്പോൾ അവിടെ ഇടിച്ചു തിരികെ താഴത്തേക്ക്. നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് ഇവിടെയാണുള്ളത്, അവിടെ വരെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു 0.8% ഡൗൺ സൈഡ് മൂവ് അത് കൊടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് അതാണ്. നമ്മളിപ്പോൾ മാർക്കറ്റുമായിട്ട് അത്യാവശ്യം സിംഗിളാണുള്ളത്. നമ്മൾ വരയ്ക്കുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ക്യാൻഡലിൽ എന്ത് സംഭവിക്കുന്നു? വോളിയം ബേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സപ്പോർട്ട് ലൈനിൽ ഹിറ്റ് ചെയ്തു. സ്റ്റിൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് വോളിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെയാണ് ഇനി അതിനൊരു ഓർഡർ ബ്ലോക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. ഇതൊരു റണ്ണിങ് ടൈം ഓർഡർ ബ്ലോക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകുന്ന കാഴ്ചയും നമ്മൾ കാണുകയാണ്. ഇപ്പോൾ മാർക്കറ്റ് ഫസ്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞു. ഫസ്റ്റ് 1 മിനിറ്റ് താഴത്തേക്കായിരുന്നു ക്യാൻഡലിൻ്റെ മൂവ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ക്യാൻഡിൽ ഗ്രീനായി തീരാനുള്ളൊരു സാധ്യതയുണ്ട്. പ്ലസ് ഇതൊരു സപ്പോർട്ട് ലൈൻ ആയതുകൊണ്ടും അവിടെ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ, നല്ല ബയേഴ്സ് അവിടെ വരികയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചേക്കാം. ഒപ്പം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് 105 സെല്ലേഴ്സ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 112 ബയേഴ്സ് അവിടെ കയറി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം മാറി മറിയാൻ അധികം സമയം വേണ്ട കേട്ടോ. വോട്ടെടുപ്പിലെ ലീഡ് നില പറയുന്ന പോലെയാണ്. പ്രോഫിറ്റിൽ നിന്നേച്ച അവസ്ഥയിൽ നിന്ന് ഇല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിലേക്ക് ഇന്നത്തെ ഡേ ഹൈ വരുന്നത് 251.50 നമ്മുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നത് 251.81 അപ്പോൾ 31 പൈസയുടെ അടുത്ത് വരെ വന്നിട്ട് തിരികെ വന്ന് നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും കണ്ട് പേടിക്കാനോ
ഇത് കണ്ട് പേടിച്ച് എക്സിറ്റ് എടുക്കാനോ ഇടയിൽ വെച്ച് ചാടിപ്പോകാനോ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓടുന്ന വണ്ടിയിൽ ചാടി കയറാതിരിക്കുക, ഓടുന്ന വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങാതിരിക്കുക. ചാടി കയറുന്നതും ചാടി ഇറങ്ങുന്നതും അപകടകരമാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരിടത്ത് നിൽക്കുക, അവിടെ വരുമ്പോൾ മാത്രം നമ്മുടെ പ്രൈസ് വരുമ്പോൾ മാത്രം നമ്മൾ എൻട്രി എടുക്കുക. അതേപോലെ അത് എവിടെയാണോ ഇതിൻ്റെ ടാർഗറ്റ് ഉള്ളത് അവിടെ വരുമ്പോൾ മാത്രം എക്സിറ്റ് എടുക്കുക. എവിടെയാണോ സ്റ്റോപ്പ് ലോസ് ഉള്ളത് അവിടെ വരുമ്പോൾ മാത്രം സ്റ്റോപ്പ് ലോസ് എടുക്കുക. അപ്പോൾ ആ രീതി ഫോളോ ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഇനി ഇതിവിടെ വന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്നത് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഈ സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് വേണം നമ്മൾ സത്യം പറഞ്ഞാൽ ഓരോ ട്രേഡിലേക്കും ഇറങ്ങേണ്ടത്. അതല്ലെന്നുണ്ടെങ്കിൽ മനസ്സമാധാനമായിട്ട് നമുക്കത് കണ്ടുകൊണ്ടിരിക്കാനോ ട്രേഡ് എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെ ഇമോഷണൽ ഡാമേജ് ഉണ്ടാകുമ്പോഴാണ് ഓവർ ട്രേഡിങ്ങിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്നത്. പിന്നെ അറിയാം നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ടായിട്ടേ അത് അവസാനിക്കത്തുള്ളൂ. സോ ദാറ്റ് ഇത് നമ്മുടെ കഴിവുകേടായിട്ടോ നമ്മൾ വിലയിരുത്തപ്പെടേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വോളിയം കയറി വരുന്നുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ ആകാൻ സാധ്യതയുണ്ടെന്ന്. അത് ഏകദേശം ശരിവെക്കുന്ന രീതിയിലുള്ളൊരു മൂവ് മാർക്കറ്റ് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കിവിടെ കാണാം 105 ഇവിടെ സെല്ലേഴ്സും 119 120 ബയേഴ്സും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മുകളിലുണ്ടായിരുന്ന സെല്ലേഴ്സിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ബയേഴ്സ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന 171 സെല്ലേഴ്സിനേക്കാൾ കൂടുതൽ ബയേഴ്സായി. അതായത് ഇവിടെ ഹ്യൂജ് ബൈയിങ് നടന്നു എന്നർത്ഥം. സോ ദാറ്റ് നമ്മുടെ ക്യാൻഡിൽ ഗ്രീൻ ആകുന്നു. നമ്മൾ തിരികെ ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇത് നമ്മളുടെ 1:1 ലെവലാണ്, അങ്ങോട്ടേക്ക് തിരിച്ചെത്തുവാണ്. ഇനി ഇത് കണ്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് എക്സിറ്റ് എടുത്ത് പോയിരുന്നെങ്കിൽ നമ്മൾ ജസ്റ്റ് ബ്രേക്ക് ഈവനോ എന്തെങ്കിലും എടുത്തിട്ട് പോകുന്നേനെ. ഇപ്പോഴും നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കില്ല എന്ന ഉറപ്പൊന്നും നമുക്കില്ല, പക്ഷേ ടാർഗറ്റ് അടിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. കാരണം മാർക്കറ്റിനെയും റൺ ചെയ്യാൻ ടൈമുണ്ട്. അപ്പോൾ നമ്മൾ പേഷ്യൻസ് അവിടെ കാത്തിരിക്കുക, എന്ത് സംഭവിച്ചാലും അതങ്ങ് ഉൾക്കൊള്ളുക. വേറെ പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. കാരണം മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാനും മാത്രമുള്ള പവറുള്ള ആൾക്കാരല്ല നമ്മളാരും. സോ ദാറ്റ് സാധ്യത, പ്രോബബിലിറ്റി, അതെന്താണോ നമുക്ക് അനുകൂലമായി വരുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് മാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ. അപ്പോൾ ക്ഷമ ഇവിടെ വിജയത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. ക്ഷമ കാണിച്ചാൽ വിജയിക്കാനുള്ള സാധ്യത കുറച്ച് കൂടും കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഏരിയയാണ് ഇതിവിടെ. ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ മുകളിലേക്കൊക്കെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ, അതായത് 250 മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെല്ല് ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ്, ഇതൊരു ബൈയിങ് സ്റ്റോപ്പ് ലോസ് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ 250 ഇവിടെ അതിപ്പോൾ വിസിബിൾ അല്ല. അത് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. വീണ്ടും നമ്മളുടെ 1:1 എബോ മാർക്കറ്റ് വന്ന് കയറിയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇടയ്ക്ക് പറഞ്ഞു മാർക്കറ്റ് നമ്മളുടെ മുന്നിൽ പല ഫ്ലക്ച്വേഷൻസും പല മൂവുകളും നടത്തി കാണിക്കും. ഇതൊന്നും കണ്ടിട്ട് നമ്മൾ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പോകരുത്. കാരണം മാർക്കറ്റ് ഇങ്ങനെ കാണിക്കുന്നതൊക്കെ കണ്ട് നമ്മളൊരു തീരുമാനം എടുക്കാൻ പോയാൽ ഇമോഷണലി നമ്മളെ ഇട്ട് വട്ടം കറക്കി ഭ്രാന്ത് പിടിപ്പിച്ച് നമ്മുടെ അക്കൗണ്ടും വാഷ് ഔട്ട് ചെയ്ത് നമ്മുടെ പോക്കറ്റിലുള്ള പൈസ മുഴുവൻ മേടിച്ചുകൊണ്ട് മാർക്കറ്റ് അങ്ങ് പോകും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടും നമ്മളൊരു ഡിസിപ്ലിനോട് കൂടെ നമ്മളൊരു തീരുമാനം എടുത്തു. എൻട്രി ചെയ്യേണ്ട സ്ഥലം നമുക്കിപ്പോൾ അറിയാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻട്രി എടുക്കേണ്ട സ്ഥലം എല്ലായ്പ്പോഴും നമ്മൾ റെസിസ്റ്റൻസ് സെല്ലേ ചെയ്യത്തുള്ളൂ, സപ്പോർട്ടിൽ ബൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ബൈ ചെയ്യാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്തൊക്കെ വലിയ മൂവൊക്കെ പെട്ടെന്ന് കാണിക്കും, ഇതങ്ങ് മിസ് ചെയ്ത് പോകും എന്നൊക്കെ തോന്നുമ്പോഴാണ് നമ്മൾ ചാടിക്കയറി അതിനകത്ത് എൻട്രി എടുക്കുന്നത്. അതൊന്നും ചെയ്യാതിരിക്കുക. അന്ന് എൻട്രി കിട്ടിയില്ല, അത് നല്ലതായിരിക്കും. കാരണം എൻട്രി കിട്ടിയിട്ട് ലോസ് കിട്ടുന്നതിലും നല്ലത് എൻട്രി കിട്ടാത്ത കൊണ്ട് ആ ലോസ് സംഭവിക്കാതിരിക്കുക മീൻസ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയതിന് തുല്യമായ ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എൻട്രി എടുക്കണ്ട. നമ്മുടെ പ്രൈസിലേക്ക് മാർക്കറ്റ് വന്നാൽ മാത്രം നമ്മൾ എൻട്രി എടുത്താൽ മതി. ഒപ്പം നമ്മുടെ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ മാത്രം നമ്മൾ എക്സിറ്റ് എടുത്താൽ മതി. ഇനി സ്റ്റോപ്പ് ലോസ് ഇടയ്ക്ക് വെച്ച് എടുക്കണ്ട. സ്റ്റോപ്പ് ലോസ് ഇവിടെ വന്ന് നമ്മൾ വെച്ചേക്കുന്നിടത്ത് വന്ന് ഹിറ്റ് ചെയ്യട്ടെ. അതല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി പെട്ടുപോകും. നേരെ മറിച്ച് ഒരു തീരുമാനം എടുത്ത് എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ തീരുമാനത്തിനനുസരിച്ച് സംഭവിച്ചാൽ മതിയെന്ന് എടുത്ത് നമ്മളൊരു ഇരിപ്പിരുന്ന് കഴിഞ്ഞാൽ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല എന്ന അവസ്ഥയിൽ നമ്മളങ്ങ് ഇരിക്കുക. വേറൊന്നും ഇവിടെ ചെയ്യാനില്ല. അപ്പോൾ നമ്മളിപ്പോൾ 1:1 ട്രയൽ ചെയ്തിരുന്നെങ്കിൽ നമ്മളതും കൊണ്ട് പോരുമായിരുന്നു. ഇപ്പോഴും നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ചാൻസ് എടുക്കുക എന്നതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. സോ ഇതും ഇവിടെ വെച്ചു, ടാർഗറ്റും വെച്ചു, സ്റ്റോപ്പ് ലോസും വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടിലൊന്നും സംഭവിക്കാൻ മാർക്കറ്റിനെ അനുവദിക്കുക. അതിനിടയ്ക്ക് നമ്മൾ പോയി ഇടപെട്ടാൽ നമ്മൾ ഇമോഷണലി ട്രിഗറാകും. അത് പിന്നെ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ട്രേഡിനെ നല്ല രീതിയിൽ ബാധിക്കും.
ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ മാർക്കറ്റ് ഇപ്പോൾ മൊത്തം മൂവ് ചെയ്തേക്കുന്നത് നമുക്ക് 1:1.74% വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 25% കൂടെ ഇവിടുന്ന് മുകളിലേക്ക് കയറണം, 0.25%. അപ്പോൾ അത് സംഭവിക്കാം. ഇനി സംഭവിക്കാതിരുന്നാലും സംഭവിച്ചാലും നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് യാതൊരുവിധ റോളും ഇല്ല. അതൊക്കെ മാർക്കറ്റിൻ്റെ തോന്നിവാസങ്ങളാണ്. മാർക്കറ്റ് തോന്നിയതുപോലെയൊക്കെ ചെയ്യും. നമ്മളെല്ലാം കണ്ട് കാഴ്ചക്കാരനായിട്ടിരിക്കുക, വേറൊന്നും ചെയ്യാനില്ല. എനിവേ ഇവിടുത്തെ വോളിയം പ്രൊഫൈലും കൂടെ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നുണ്ടാവും. എന്താണ് ഇവിടെ ഓരോ പ്രൈസിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നേരത്തെയൊക്കെ താഴത്തേക്ക് പോയപ്പോഴൊക്കെ ഇവിടെ ഹ്യൂജ് ലെവൽ ഓഫ് സെല്ലേഴ്സും ബയേഴ്സ് കുറവുമാണ് കാണിച്ചിരുന്നത്. എന്നാൽ പോയിൻ്റ് ഓഫ് കൺട്രോൾ ഇപ്പോൾ ഇവിടെയാണുള്ളത്. അവിടെ നോക്കിക്കഴിയുമ്പോൾ സെല്ലേഴ്സിന് അടുത്തേക്ക് തന്നെ ബയേഴ്സിൻ്റെ വോളിയം കയറി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു റേഞ്ച് ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ ബയേഴ്സ് കുറച്ച് കൂടുതലാണ്. സോ ദാറ്റ് ഇനി താഴത്തേക്ക് വരുമ്പോഴൊക്കെ ഇവിടെ സപ്പോർട്ട് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ മുകളിലേക്ക് കവർ ചെയ്ത് പോകേണ്ടത് കമ്പാരിറ്റീവ്ലി വളരെ ചെറിയ ഡിഫറൻസാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവേണ്ട കാര്യം ഇല്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതർവൈസ് നമ്മളുടെ ആവശ്യം അതാണ്. അപ്പോൾ മാർക്കറ്റ് അതൊക്കെ ചെയ്യാൻ ആവശ്യമായ സമയം മാർക്കറ്റിനെ അനുവദിക്കുക. നമ്മൾ വെറും കാഴ്ചക്കാരനായി മാത്രം ഇനി ഇതിൽ നിന്നാൽ മതി. അപ്പോൾ വോളിയം പ്രൊഫൈല് കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ അതിനെപ്പറ്റി ഒന്ന് പഠിച്ചോളൂ. കാരണം ഇത് ശരിക്കും മാർക്കറ്റിൽ സംഭവിക്കുന്നത് ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു വടംവലി പോലത്തെ ഒരു മത്സരമാണ്. അപ്പോൾ അവിടെ ആക്ച്വലി എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു വോളിയം പ്രൊഫൈൽ ഇട്ടാൽ അത് നമുക്ക് കാണാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ ഈ ഒരു വോളിയം എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ക്യാൻഡിൽ മൊത്തം ബയേഴ്സാണ്. പക്ഷേ എത്ര സെല്ലേഴ്സ് ഉണ്ടായിരുന്നു, എത്ര ബയേഴ്സ് ഉണ്ടായിരുന്നു, കൂടുതൽ ആരാണ് ഇവിടെ വിജയിച്ച് നിൽക്കുന്നത് മുതലായ കാര്യങ്ങൾ ഇതിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാൻ യാതൊരുവിധ മാർഗവുമില്ല. നേരെ മറിച്ച് നമ്മൾ ഈ ഒരു വോളിയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അതേ പ്ലേസിൽ ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്രൈസ്, അതായത് 250, 58 അല്ലെങ്കിൽ 60, അതിൽ 82 സെല്ലേഴ്സാണുള്ളത്, 60 ബയേഴ്സാണുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. അപ്പോൾ അതറിയുന്നത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ സാധ്യത ഏതാണെന്ന് നമുക്ക് വിശകലനം ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. നിഫ്റ്റി 50ക്ക് ഇപ്പോഴും ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ടാർഗറ്റ് ഇന്ന് ഹിറ്റ് ചെയ്തേക്കാം, നമുക്കറിയാൻ പാടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം, സമയം കൊടുക്കാം. വേറെ ഒന്നും നമുക്കിതിനകത്ത് ചെയ്യാനില്ല. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസിൽ പോയി ഫസ്റ്റ് ഹിറ്റ് ചെയ്തു, മാർക്കറ്റ് താഴെ വന്നു, സപ്പോർട്ടിൽ ഹിറ്റ് ചെയ്തു, വീണ്ടും മുകളിലേക്ക് പോയി, വീണ്ടും താഴത്തേക്ക് വന്നു. ഇവിടെ ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വോളിയം പെട്ടെന്ന് അതിൽ കയറി വന്നിട്ടുള്ളതായിട്ട് കാണാം. 215K വോളിയം കയറി വന്നു, സപ്പോർട്ടിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു. അതിന് ശേഷം പൊടുന്നനെ ഈ ഒരു ക്യാൻഡിലിൽ വലിയൊരു മൂവും ഒപ്പം തന്നെ നല്ലൊരു വോളിയം അതിൽ റൈസ് ചെയ്ത് വന്നേക്കാൻ നമുക്ക് കാണാം. 234K വോളിയത്തിലേക്ക് വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഇവിടെ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഇനി അങ്ങോട്ട് ഒരു പക്ഷേ വർക്ക് ചെയ്തേക്കാം. അതിപ്പോൾ ശരിയാകണമെന്നില്ല നമ്മുടെ വ്യൂ. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒരു ഓർഡർ ബ്ലോക്കായി കൺസിഡർ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പ് ഒരു പക്ഷേ ഊർജ്ജം അതിന് കിട്ടിയേക്കാം, പ്രൊവൈഡഡ് ഈ ഒരു സ്വിംഗ് ഹൈനെ ബ്രേക്ക് ചെയ്ത് പോകണം. അപ്പോൾ ആ സ്വിംഗ് ഹൈ എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 250.89, അതായത് 250.90 ബ്രേക്ക് നടന്നാൽ അവിടെ നിന്ന് നല്ലൊരു മൂവ് ഒരു പക്ഷേ നടന്നേക്കാം. ഇതെല്ലാം പറയുമ്പോഴും നമ്മുടെ നിഫ്റ്റി 50 സ്റ്റിൽ അത് കൺസോളിഡേറ്റിംഗ് ഫേസ് ആണ്. ഒരു ഡേ ലോ വെച്ചു, ഡേ ഹൈ വെച്ചു, പിന്നീട് ഇത് ഇത്രയധികം സമയം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈയും ലോയ്ക്കും ശേഷം മാർക്കറ്റ് ഏകദേശം ഒരു 3.5 മണിക്കൂറിന് അധികം ഇപ്പോൾ ഈ പറയുന്ന പോലെ കൺസോൾട്ടേഷൻ ഫേസിലാണ്. അപ്പോൾ അതിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാനാണോ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാനാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. എനിവേ 25ലേക്ക് മാർക്കറ്റിന് ഒരു അട്രാക്ഷൻ ഒരു പക്ഷേ ഉണ്ടായേക്കാം എന്നാണ് നമ്മളുടെ ഒരു വ്യൂ. അപ്പോൾ നമ്മുടെ വ്യൂ എപ്പോഴും ശരിയാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബൈയിങ് സൈഡ് വോളിയം ഇവിടെ കൂടുതൽ കാണിക്കുന്നുണ്ട്. സോ ദാറ്റ് മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇനി താഴത്തൊരു സ്റ്റോപ്പ് ലോസ് കിട്ടുകയാണെങ്കിൽ ഈ സപ്പോർട്ടിന് താഴത്തേക്ക് അത് പോകണം.
അതിനുള്ള സാധ്യത എത്രയാണെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ പോയാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്യാനുള്ള ഒരു കാരണമായേക്കാം. ഇവിടെ കാലത്തെ മുതൽ നമ്മൾ നോക്കുമ്പോൾ സെല്ലേഴ്സ് കൂടുതലും ബയ്യേഴ്സ് കുറവുമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കാണിച്ചുകൊണ്ടിരുന്നത്. ഇത് മാറിയിട്ട് ഇപ്പോൾ ഇവിടെ ബയ്യേഴ്സ് വളരെ കൂടുതലായിട്ട് കയറി വരുന്നത് നമുക്ക് കാണാം. അത് ഇനി അങ്ങോട്ട് മുകളിലേക്കും അതുപോലെ തന്നെ സംഭവിച്ചാൽ നമ്മളെ സംബന്ധിച്ച് അത് വളരെ നല്ലതായിരിക്കും. ഇതിൻ്റെ പോയിൻ്റ് ഓഫ് കൺട്രോൾ ഇപ്പോൾ ഈ ഒരു പ്രൈസാണ് 250-20 അതിൽ സെല്ലേഴ്സാണ് ഇപ്പോൾ നിലവിൽ കൂടുതലുള്ളത്. അപ്പോൾ ഇത്രയും ഇവിടെ ഭേദിച്ചാൽ ഇവിടെ കുറേ പേരുടെ സ്റ്റോപ്പ് ലോസ് കിട്ടാവുന്ന ഒരു ഏരിയയാണ്, ഇവിടെ കുറേ സ്റ്റോപ്പ് ലോസ് കിട്ടാവുന്ന ഏരിയയാണ്. അപ്പോൾ അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതായിരിക്കും. എന്തായാലും നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ചധികം സമയത്തിന് ശേഷം മാർക്കറ്റ് വീണ്ടും നമ്മളുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്തേക്ക് നീങ്ങുവാണ്. നമ്മുടെ റെസിസ്റ്റൻസ് പോയിൻ്റ് ഉള്ള സ്ഥലം നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെയായിട്ടാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇനി എന്താണോ കണ്ടീഷൻ എന്ന് നമുക്കറിയാൻ പാടില്ല. അതിനെ ബ്രേക്ക് ചെയ്ത് പോകാൻ ഒരു പക്ഷേ ഇപ്പോൾ മാർക്കറ്റിന് സാധിച്ചാൽ, നമ്മളിന്നിപ്പോൾ എൻട്രി എടുത്തിട്ട് ധാരാളം സമയമായി. നമ്മൾ രാവിലെ ഫസ്റ്റ് ക്യാൻഡിൽ എൻട്രി എടുത്തതാണ്. ഇപ്പോൾ ഓൾറെഡി 4 മണിക്കൂർ 50 മിനിറ്റ് 5 മണിക്കൂറായി. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കൂടെ ഇനി നമുക്ക് സമയമുണ്ട്. മാർക്കറ്റ് സ്റ്റിൽ അപ് ട്രെൻഡിലാണ്. നിഫ്റ്റി 50 ഡേ ഹൈയോട് അടുക്കുന്നു. ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിരുന്ന ഏരിയയാണ്. നല്ല ഫോൾ ഇവിടുന്ന് തന്നതാണ് നമുക്ക്. അപ്പോൾ അതിൽ വന്ന് നിഫ്റ്റി 50 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമ്മുടെ റെസിസ്റ്റൻസ് 251.50 അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നോക്കാം. അങ്ങനെ നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ സമയം ഈ പറഞ്ഞ പോലെ നമ്മൾ ധാരാളം സമയമെടുത്തു. ഫസ്റ്റ് ക്യാൻഡിൽ മുതൽ ഇപ്പോൾ വരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 മണിക്കൂർ 55 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട്. അതായത് നമ്മളൊരു ബ്രാക്കറ്റ് ഓർഡർ എൻട്രി ഇട്ട് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ട്രേഡർ പിന്നെ ഈ സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഇരിക്കാതെ എഴുന്നേറ്റ് പോകുന്നതാണ് വളരെ നല്ലത്. കാരണം പണ്ട് കാലത്ത് നമ്മളിതിൻ്റെ മുന്നിലിരുന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഇന്നിപ്പോൾ നമ്മൾക്ക് കണ്ടാലും മനസ്സിലാകും ഒറ്റ നോട്ടത്തിൽ തന്നെ, ഇതൊരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിരുന്നു. എപ്പോൾ മുതൽ കാലത്ത് ഇവിടെ ഒരു ലോ വെച്ചു, ഒരു ഹൈയും വെച്ച് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഈ ഒരു റെസിസ്റ്റൻസിനും ഈ ഒരു സപ്പോർട്ടിനും ഇടയിലാണ് ബഹുഭൂരിപക്ഷം സമയം ഇന്ന് മാർക്കറ്റ് നിന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മളുടെ 1.3% ഒരു റേഞ്ചിനുള്ളിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അറ്റ് ദ സെയിം ടൈം തന്നെ നമ്മുടെ നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും കാലത്തെ വെച്ച് ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നമുക്ക് കൂടുതൽ ട്രേഡുകൾ എടുക്കാൻ, കാരണം ഇവിടെ വരുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ബൈ ചെയ്യാം. ഇനി ഇതിനിടയ്ക്കൊക്കെ ഓരോ വലിയ മൂവുകൾ മാർക്കറ്റ് നടത്തുമ്പോഴും നമുക്ക് ആ ഏരിയയിലൊക്കെ ബയ്യോ സെല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നിപ്പിക്കും എന്നുള്ളതാണ്. സോ ദാറ്റ് ഇമോഷൻ ട്രിഗർ ആക്കുന്ന പരിപാടി മാർക്കറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കൂടുതൽ ആൾക്കാരെ ഇമോഷണലി പെടുത്തിക്കഴിഞ്ഞാലാണ് മാർക്കറ്റിൽ പ്രോഫിറ്റ് എടുക്കാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എളുപ്പമുണ്ടാകുക. സോ ദാറ്റ് അവരവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നമ്മൾ പെടാതിരിക്കാനായിട്ട് നമ്മൾ ഡിസിപ്ലിൻ പാലിക്കുക. ബ്രാക്കറ്റോട് ഇട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ടാർഗറ്റ് കിട്ടുക, ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടുക. ഇതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ 1:2 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസിലേക്കും അത് പോയി ഹിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇത് ഈ ഒരു റെസിസ്റ്റൻസിൽ നിന്ന് 0.5% എബോവ് ഉള്ളൊരു നെക്സ്റ്റ് ലെവലായിരുന്നു. അതിലേക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്കിന്ന് ഇത് നോക്കിക്കഴിഞ്ഞാൽ 1:3 ഒരു റിസ്ക് റിവാർഡിലേക്ക് ഇത് പോകാനുള്ളൊരു സാധ്യത അവിടെ പോയി ഹിറ്റ് ചെയ്താൽ ആണ് നിലവിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജേണലും കൂടെ ഒന്ന് എഴുതി പോകാം. ഇന്നിപ്പോൾ 19-ാം തീയതി ഞാനൊന്ന് ഫില്ല് ചെയ്തിട്ട് ബാക്കി നമുക്ക് നമ്മുടെ ജേണൽ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 460 രൂപയാണ് നമുക്കിന്ന് പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത്, 460-65. അപ്പോൾ അത് നമ്മളിങ്ങോട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ലോങ് എൻട്രിയാണ് നമ്മളിന്ന് എടുത്തത്. അപ്പോൾ കഴിഞ്ഞ 3 ദിവസം കണ്ടിന്യൂസ് ലോസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഒരു പ്രോഫിറ്റ് കിട്ടി. നമ്മൾക്കിവിടെ കാണാവുന്ന പോലെ 5% നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് കയറി വന്നിട്ടുണ്ട്.
ഇതുവരെ നമ്മൾ മൊത്തം എടുത്തിട്ടുള്ള നെറ്റ് ട്രേഡിംഗ് ഡേയ്സ് 40 ദിവസമാണ്. അതിൽ 22 ദിവസം നമുക്ക് ലോസ് ആയിരുന്നു, 18 ദിവസം മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് ഉള്ളത്. പക്ഷേ 45% വിൻ റേഷ്യോട് കൂടി നമ്മൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ തന്നെയാണ് നിലവിലുള്ളത്. ഇനി ഈ മാസം നമുക്ക് മാർക്കറ്റ് നിങ്ങൾക്കറിയാം കണ്ടീഷൻ വളരെ മോശമായിരുന്നു. മാർക്കറ്റ് 1% പോലും മൂവ് ചെയ്യാത്ത, ഇല്ലെങ്കിൽ കഷ്ടിച്ച് മൂവ് ചെയ്ത ധാരാളം ദിവസങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1, 2, ഇന്നും കൂടെ 3 ദിവസം മാത്രമാണ് ആക്ച്വലി നമ്മുടെ 1:2 ടാർഗറ്റ് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ നമുക്ക് 1:1 ബ്രേക്ക് ഈവനിലോ ഒക്കെ എക്സിറ്റ് എടുക്കേണ്ടി വന്നു. അതിപ്പോൾ നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. സോ ദാറ്റ് നമ്മൾ ഡിസിപ്ലിൻ പാലിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ ഈ ഒരു പ്രോഫിറ്റിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ വരെ 6 വിന്നും 7 ലോസുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ 7 വിന്നും 7 ലോസും എന്ന അവസ്ഥയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. സോ ദാറ്റ് നമ്മൾ 50% വിൻ റേഷ്യോ ഓൾറെഡി കിട്ടുന്നുണ്ട്. അപ്പോൾ 50% വിൻ റേഷ്യോ നമുക്ക് മറ്റ് പല സ്ട്രാറ്റജികളിലും കിട്ടുന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ ഈ സ്ട്രാറ്റജി, അതായത് റിവേഴ്സൽ ട്രേഡിംഗ് തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് ആ ഒരു സ്ട്രാറ്റജി കിട്ടുന്നതും കണ്ടിന്യൂസ്ലി നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാൻ സഹായിച്ചതും ഈ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ ആഴ്ചയിൽ 3 ദിവസവും ലോസ് ആയിരുന്നു. ഇനിയിപ്പോൾ നാളെയും കൂടെ ഒരു ദിവസം, അന്നും കൂടെ പ്രോഫിറ്റ് കിട്ടിയാൽ നമുക്കിവിടെ 10% എബോ നമ്മളുടെ നെറ്റ് പ്രോഫിറ്റിലേക്ക് കടന്നു വരാനായിട്ടുള്ളൊരു അവസരം അവിടെ ഉണ്ട്. അത് സംഭവിക്കും എന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ എനിവേ ഈ മാസം നെറ്റ് 50% വിൻ റേഷ്യോയിലാണ്. ഈവൻ ടാർഗറ്റ് 3 ദിവസമേ അടിച്ചിട്ടുള്ളൂ. ഈ 7 ദിവസത്തെ പ്രോഫിറ്റിൽ 3 ദിവസം മാത്രമാണ് 1:2 റിസ്ക് റിവാർഡ് ഹിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുള്ളൂ. മാർക്കറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഏകദേശം 1:3 അത് ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ചധികം കാര്യങ്ങൾ വിത്ത് ഇമോഷൻസ് ആ സമയത്ത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ജേണൽ എഴുതുന്നത് ഒരു സ്ഥിരം പരിപാടി ആക്കുക. ഒപ്പം ട്രേഡ് ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുക്കുന്നതായിരിക്കും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ മാക്സിമം ട്രേഡും ബ്രാക്കറ്റ് ഓർഡർ ഇടാൻ ശ്രമിക്കുക. കാരണം പിന്നീട് ഇമോഷണൽ ഫീലിങ്സ് അതിനകത്ത് ഇടേണ്ട കാര്യമില്ല. നിങ്ങൾ ലോസ് എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടിരുന്നാൽ പിന്നെ പോയിട്ട് അതിനുള്ളിൽ ഒരു ചേഞ്ചസ് വരുത്തേണ്ടി വരില്ല. രണ്ടാമതുള്ള കാര്യം, നമ്മൾ റേഞ്ച് മാർക്കറ്റ് ആയിക്കോട്ടെ ഏതൊരു മാർക്കറ്റ് ആയിക്കോട്ടെ നമ്മൾ നോക്കിയിരുന്നത് കൊണ്ടോ നമ്മൾ ഇതിൻ്റെ മുന്നിൽ ഇരിക്കാത്തത് കൊണ്ടോ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇന്നിപ്പോൾ ഇരുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള കാര്യം മഴയും പിന്നെ മറ്റു വർക്കൊന്നും ഇല്ലാതിരുന്നു കൊണ്ട് ഫ്രീ ആയിരുന്നു കൊണ്ട് കുറച്ച് നേരം ഇതിൻ്റെ പുറത്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ടൈം പാസിന് വേണ്ടി നോക്കിയെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളിതിൻ്റെ മുന്നിലിരിക്കുന്ന ശീലം ഇപ്പോൾ നിലവിലില്ല. അങ്ങനെ ഇതിൻ്റെ മുന്നിലിരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് നമ്മൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ദാറ്റ് ബ്രാക്കറ്റ് ഓർഡർ ഇടുക. ഇട്ട് കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് പോയേക്കുക. 3 മണിക്ക് കയറി പിന്നെ നോക്കിയാൽ മതി എന്താണ് അവസ്ഥ, ലോസ് ആണോ കിട്ടിയത് ടാർഗറ്റ് ആണോ കിട്ടിയത്. ഇനി ഇത് രണ്ടും സംഭവിച്ചിട്ടില്ലെങ്കിൽ മാനുവൽ എക്സിറ്റ് എടുക്കുക. പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ അത് നമ്മുടെ കൺട്രോളിലുള്ളതല്ല. സോ ദാറ്റ് ഇവിടുത്തെ വിജയം നമ്മുടെ കഴിവല്ല, മറിച്ച് ഈ ഡിസിപ്ലിൻ പാലിക്കണോ വേണ്ടയോ എന്നത് പൂർണ്ണമായും നമ്മുടെ കൺട്രോളിലുള്ളതാണ്. അതിൽ നമ്മൾ എക്സ്പെർട്ട് ആയാൽ, അതിന് നമുക്ക് കഴിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വിജയം നമ്മുടെ വഴിയിലേക്ക് വന്നോളും. നമ്മൾ അതിനെ ഓടിച്ചിട്ട് പിടിക്കാൻ വേണ്ടി പുറകെ പോകേണ്ട കാര്യമില്ല. നമ്മളിലേക്കുള്ളതെല്ലാം നമ്മളിലേക്ക് വന്ന് ചേരേണ്ടതാണ്. അതിനുവേണ്ടി നമ്മളൊരിടത്ത് മാനസികമായി നല്ല നിലയിൽ ഇരിക്കുക എന്നത് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.